വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യിരെമ്യാവ് 30-17 ഞാൻ നിങ്ങൾക്ക് ആരോഗ്യം പുനഃസ്ഥാപിക്കുകയും നിങ്ങളുടെ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യും, കർത്താവ് അരുളി ചെയ്യുന്നു. ഉത്കണ്ഠകൾ, ഭയങ്ങൾ, ഉറക്കമില്ലായ്മ എന്നിവയിൽ നിന്നാണ് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. മറ്റുള്ളവരുടെ അനീതികളും ക്രൂരതകളും മൂലം ആളുകൾ ആഴത്തിൽ മുറിവേൽക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വേദനിക്കുന്നു, കൂടാതെ അവർ ശാരീരികമായും ബാധിക്കപ്പെടുന്നു. ഡോക്ടർമാർ എത്ര മരുന്നുകൾ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും ആന്തരിക മുറിവുകൾ ഭേദമാകുന്നതുവരെ ശരീരത്തിന്റെ രോഗം പൂർണ്ണമായും സുഖപ്പെടില്ല. ആന്തരിക സമാധാനത്തിന്റെ അഭാവമാണ് പലപ്പോഴും യഥാർത്ഥ കാരണം. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, നമ്മുടെ ആത്മാവിനും പ്രാണനും കർത്താവ് രോഗശാന്തി നൽകുന്നു. ഹൃദയത്തിന്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്നവനാണ് അവൻ. മദർ തെരേസയുടെ ശുശ്രൂഷയുടെ പ്രാഥമിക ദൗത്യം മുറിവേറ്റ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകുക എന്നതായിരുന്നു. യേശുവിന്റെ ദിവ്യ സ്നേഹം അവരുടെ ശുശ്രൂഷയിലൂടെ വെളിപ്പെട്ടപ്പോൾ ജനങ്ങളുടെ ആന്തരിക മുറിവുകൾ ഉണങ്ങാൻ തുടങ്ങി. അവർക്ക് വേദന ഉണ്ടാക്കിയവരോട് ക്ഷമയുടെ ആത്മാവ് ഉടലെടുത്തു. അവർ യേശുവിനെ സ്വീകരിച്ചപ്പോൾ രക്ഷയുടെ സന്തോഷവും അവരുടെ ശരീരത്തിനും ആത്മാവിനും പ്രാണനും പൂർണ്ണമായ രോഗശാന്തി നൽകി. ദൈവത്തിന്റെ ശുശ്രൂഷകരും ഡോക്ടർമാരും രോഗശാന്തി വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ശുശ്രൂഷകർ ദൈവവചനം പഠിക്കുകയും തിരുവെഴുത്തുകളിലൂടെ ദിവ്യ രോഗശാന്തി കൊണ്ടുവരികയും ചെയ്യുന്നു. ഡോക്ടർമാർ വൈദ്യശാസ്ത്രം പഠിക്കുകയും വൈദ്യശാസ്ത്രത്തിലൂടെ രോഗശാന്തി കൊണ്ടുവരികയും ചെയ്യുന്നു. എന്നിരുന്നാലും രണ്ടും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ദൈവദാസന്മാർ ആദ്യം ഒരു വ്യക്തിയുടെ ആത്മാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദൈവിക സന്തോഷവും സമാധാനവും ആത്മാവിൽ നിറഞ്ഞതിനു ശേഷം മാത്രമേ ശാരീരിക രോഗശാന്തി പിന്തുടരുകയുള്ളൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയത്, പ്രിയരെ, നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധിപ്പെടുന്നത് പോലെ നിങ്ങൾ എല്ലാത്തിലും അഭിവൃദ്ധി പ്രാപിക്കുകയും ആരോഗ്യവാനായിരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. ഇത് 3 യോഹന്നാൻ 1:2 കാണപ്പെടുന്നു. അതെ, എല്ലാത്തിനുമുപരി നിങ്ങളുടെ ആത്മാവ് അഭിവൃദ്ധിപ്പെടണം. ആത്മാവ് ജീവിക്കാനും അഭിവൃദ്ധിപ്പെടാനും ആത്മാവിനുള്ളിലെ പാപം ശുദ്ധീകരിക്കപ്പെടണം. കാൽവറിയിൽ ചൊരിഞ്ഞ രക്തത്താൽ അത് കഴുകി ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ആദ്യം പറഞ്ഞത്, ദൈവം നിങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും ക്ഷമിക്കുന്നു, തുടർന്ന് അവൻ നിങ്ങളുടെ എല്ലാ രോഗങ്ങളെയും സുഖപ്പെടുത്തുന്നു, നിങ്ങളുടെ ജീവിതത്തെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു എന്ന്. ഇത് സങ്കീർത്തനം 103-4 കാണപ്പെടുന്നു. നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ കർത്താവിനോട് പറയുക. നിങ്ങളുടെ ആന്തരിക മുറിവുകൾ സുഖപ്പെടുത്തേണ്ടതിന് നിങ്ങളെ വേദനിപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെ ശാരീരിക രോഗവും സുഖപ്പെടും. നിങ്ങൾ ദിവ്യ ആരോഗ്യം ആസ്വദിക്കും. പ്രിയ ദൈവമക്കളെ, ഇന്ന് കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകുന്നു. മിസ്രയീമ്യരുടെ മേൽ ഞാൻ വരുത്തിയ രോഗങ്ങളിൽ ഒന്നും നിങ്ങളുടെ മേൽ വരുത്തുകയില്ല. ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇത് പുറപ്പാട് 15-26 കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം മത്തായി 8-17 അവൻ നമ്മുടെ ബലഹീനതകൾ സ്വയം ഏറ്റെടുക്കുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ഇന്നത്തെ ബൈബിൾ വായന: രാവിലെ യെഹെസ്കേൽ 8, 9, 10 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 13 അധ്യായം. ആമേൻ.